guys, welcome back to my YouTube channel. നമ്മളിപ്പം പോകുന്നത് പയ്യന്നൂർക്കാണ്. പയ്യന്നൂര് എൻ്റെ വെഡ്ഡിങ് സാരിയും പിന്നെ അതുപോലെ തന്നെ ബ്ലൗസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ വാങ്ങാൻ വേണ്ടി പോവാണ്. പയ്യന്നൂർ AK ഡിസൈൻസിലാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഞാനും അച്ചുവും അമ്മമ്മ കൂടിയിട്ട് നമ്മൾ പയ്യന്നൂർ AK ഡിസൈൻസിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇൻസ്റ്റഗ്രാമിലെല്ലാം എല്ലാവരും കണ്ടിട്ടുണ്ടാവും AK ഡിസൈൻസ്. ഇപ്പോൾ പുതുതായിട്ട് അവർ പുതിയ ഒരു സ്ഥലത്തോട്ട് മാറിയിട്ടുണ്ട്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക, ഭയങ്കര രസമുള്ള ഒരു ഷോപ്പാണ്. ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ട്. ഞാൻ സിംഗപ്പൂർ ഉണ്ടാകുന്ന സമയത്ത് അച്ഛനും അമ്മയും പോയിട്ട് ബ്ലൗസ് അവിടെ കൊടുത്തിട്ട് വന്നതാണ്. ഞാനിപ്പം അത് സ്റ്റിച്ചിങ് ഒക്കെ ഫിറ്റാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകുന്നതാണ്. ഇവരുണ്ടല്ലോ, മൊത്തത്തിൽ ഇവരുടെ സ്റ്റിച്ചിങ്ങും പിന്നെ വീടും എല്ലാം ഒന്നാണ് കേട്ടോ. ഫുൾ വൈറ്റ് തീമിലാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെ ഉള്ളൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര രസമായിട്ട് ആണ് ഉണ്ടായത്. ഇതാണ് അവർ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ സ്റ്റിച്ച് ചെയ്ത എൻ്റെ വെഡ്ഡിങ് ബ്ലൗസാണത്. പിന്നെ ഇതെൻ്റെ ടെമ്പിൾ ഷൂട്ടിൻ്റെ ബ്ലൗസും ഇതെൻ്റെ സേവ് ദ ഡേറ്റിന് 2 കോസ്റ്റ്യൂമുണ്ട്. അപ്പോൾ സേവ് ദ ഡേറ്റിൻ്റെ 2 കോസ്റ്റ്യൂമിൻ്റെ ബ്ലൗസും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അരി ഇടൽ ചടങ്ങുണ്ടല്ലോ, നമുക്ക് എന്താ മൂത്ത കാരണവന്മാരും അങ്ങനെ എല്ലാവരും വന്നിട്ട് നമ്മൾ അനുഗ്രഹിക്കില്ല കല്യാണത്തിന് തലേ ദിവസം. അപ്പോൾ അന്നിടാൻ വേണ്ടിയിട്ടും ഞാനൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ബ്ലൗസ് ഞാൻ ടെമ്പിൾ ഷൂട്ടിന് ഇട്ട സെയിം ബ്ലൗസ് തന്നെയാണ് ഞാൻ അരിയിടലിനും ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതായിരുന്നു ഞാൻ അരിയിടലിന് ഇടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത്. കാരണം ടെമ്പിൾ ഷൂട്ടിന് വന്നിട്ട് മാറ്റാൻ ടൈം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചത്. പക്ഷെ അത് വേറൊരു രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ബിന്ദു ജ്വല്ലറീൻ്റെ ഒരു ആഡ് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പം അതിന് പോയപ്പം ഞാൻ അതായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതാണ് എൻ്റെ വെഡ്ഡിങ് സാരി, അതും ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബ്ലൗസൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഇവിടുന്ന് ഇറങ്ങുവാണ് കേട്ടോ. ഫിറ്റിങ്സൊക്കെ നോക്കി അതിൽ പാകമാകാത്തതൊക്കെ അവരെനിക്ക് കറക്റ്റ് ഫിറ്റാക്കി തന്നതിന് ശേഷം നമ്മൾ അവിടുന്ന് പയ്യന്നൂരിൽ നിന്ന് തിരിച്ച് കാസർഗോഡേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് അതിനുശേഷം പൊയിനാച്ചിയിൽ നിന്ന് ഒരു അവിയൽ മിൽക്കൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാന്ന് കേട്ടോ. ബ്ലൗസ് ഇത് സാരി ഒന്നും നോക്കിയിട്ടാ അപ്പോൾ ഇതാണ് എൻ്റെ കല്യാണ ബ്ലൗസ്. ഞാൻ എന്താണ് ആഗ്രഹിച്ചത് അതുപോലെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അത് ബാക്ക് ഫ്രണ്ടും ഒക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ഓക്കെ, ബൈ.